ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങാൻ പോണേണ്. അതായത് ഇപ്പോൾ സമയം വാച്ചെന്തി ഒരു സെക്കൻഡ് ഇതൊന്ന് വിരിച്ചിട്ടോട്ടെ. വിരിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവിടെ തൊട്ടെടുത്താ ഡോറ്. ഇപ്പോൾ സമയം 1:45 അതായത് രാത്രി. ഞാനെന്ത് ഈ സമയത്തൊന്നല്ലേ പറഞ്ഞുതരാം, മുഴിഞ്ഞു തരാം. ഒന്ന് കണ്ടാഭരണം കിട്ടി. ഇതാണ് ഗേറ്റ് പാസ്. ഇന്നത്തെ സമയം കണ്ടോ, 5 PM. അതായത് ഇന്നലെ രാവിലെയല്ലോ, ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് വന്ന ഞാൻ ഇപ്പോൾ സമയം രാത്രി 1:45, അതായത് 2 മണിയാവാൻ കുറച്ച് സമയം കൂടിയുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലോഡ് കിട്ടിയിട്ടില്ല. ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാണിച്ചു തരാം. കണ്ടു ഗൈസ്, മഞ്ഞിൽ മുഴുകിയിരിക്കുന്ന ഒരു തണുത്ത അന്തരീക്ഷം. വണ്ടി റിവേഴ്സൊക്കെ ഉണ്ടോ. അടുത്ത ലോഡിന് വേണ്ടിയിട്ടുള്ള ഒരു തിരിഞ്ഞു നോട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. ഇവിടെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. കുളിയൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മഞ്ഞിപ്പാവും. നമുക്ക് പോകേണ്ട ലോഡ് കയറിയിട്ടില്ല. അതൊരു 3 മണി 3:30 ആകുമ്പോഴേക്കും കയറുമെന്നാണ് നമുക്ക് മുകളിൽ നിന്ന് കിട്ടിയ ഉത്തരവ്. കിട്ടുമായിരിക്കും ആ സമയത്തൊക്കെ. ഇനി ഒരു 4 വണ്ടിയോ 3 വണ്ടിയോ കൊണ്ട് കയറാനുണ്ട്. നമ്മുടെ 4ാമത്തെ വണ്ടിയാണ്. നമ്മുടെ 4ാമത്തെ വണ്ടി കയറി കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ വിട്ടുകൊടുക്കും. എങ്ങോട്ട് ഒരു സെക്കൻഡേ, കോട്ടയം ഭാഗത്ത് എവിടെയാണ് സ്ഥലപ്പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മറന്നുപോയി. പെട്ടെന്ന് അങ്ങനെ പറയാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ മറന്നുപോയി. എന്താണെങ്കിലും മറന്നുപോയിരിക്കുന്നു. അപ്പോൾ ഇനി ലോഡ് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണ് എങ്ങനെയാണ്. ഫുൾ വീഡിയോ ഉണ്ടാവും. പാതി വെച്ച് ഷോർട്സ് പോലെയൊക്കെ ചാൻസ് കുറവായിരിക്കും. വ്യൂസൊക്കെ കുറവായിരിക്കും, എന്നാലും കാണണ്ടേ നിങ്ങൾക്ക്. എനിക്ക് 300 ചില്ലാനും സബ്സ്ക്രൈബേഴ്സുമായി. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഗിയർ നോബിൻ്റെ എല്ലാവർക്കും ഭയങ്കര സംശയം വരുന്നു. കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ എല്ലാത്തിനും 1 മില്യൺ അടിച്ച ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ട് എനിക്ക് 1 മില്യണും ഒരു 2-3 പേരുടെ ഊക്കം കിട്ടിയായിരുന്നു. നോബ് മേരെ വിറ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ എന്നാ ചെയ്യാനാ, ഈ സാധനം കമ്പനി കൊടുത്തത് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയല്ലേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളത്. സോ ഞാൻ അങ്ങനെ ഇട്ടു. അപ്പോൾ കുറച്ച് ചേട്ടന്മാർ പറഞ്ഞു, വെളിവില്ലാത്തവനി ബോധമില്ലാത്തവനി വോട്ട് ഇറ്റ് ഈസ്, അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം, അവർ പറയട്ടെ. ലൈറ്റ് ഇട്ട്. അപ്പോൾ ഈ സാധനം എനിക്ക് 6ാമത്തെ ഗിയർ ഇട്ട് കാണിക്കണമെങ്കിൽ ആ സാധനം ചവിട്ടണം. അതായത് ക്ലച്ച്. ആ ക്ലച്ച് ചവിട്ടണമെങ്കിൽ എൻ്റെ 2 കാലുകളും ഇവിടെ തന്നെയുണ്ട്. നടക്കൂല. പിന്നെ എപ്പോഴും കാണിച്ചില്ല, സൗകര്യമില്ല എന്നൊക്കെ പറയാം. എന്നുവെച്ചാൽ മടിയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നൂണ്ട് ഇവിടെ വന്നെ ഞാൻ, എന്നാലും ഇതൊക്കെ ചവിട്ടാൻ പറ്റുള്ളൂ. സോ നമുക്കങ്ങനെ നൂണ്ട നമുക്ക് കൊടുത്തിട്ടിരിക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ ഉഷാറായിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ ഓർത്ത്. അപ്പോഴേക്കും ഇത്രയും സമയമായി. അപ്പം ലോഡ് കയറ്റുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ലോഡ് കയറ്റുമ്പോൾ ബാലൻസ് കാണിച്ചു തരാം. എങ്ങോട്ടാണ് പോകണമെന്നുള്ളതും രാവിലെ കാണിച്ചു തരാം. ഇതിനി നേരം വിളിക്കാൻ ഒത്തിരി സമയം എടുക്കും. 49 ഇപ്പം. കാണിച്ചു തരാം. ശരി എന്നാൽ. ഗോഡൗണ്ടകം കാണിച്ചെന്നില്ല എന്നൊന്നും പറയരുത്. ഇതാണ് ഗോഡൗണ്ടകം. കുറേ ഉണ്ട് സ്ഥലങ്ങൾ. ഇതിങ്ങനെ മൊത്തം ഗോഡൗണാണ്. ഇപ്പം ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എൻ്റെ അകത്ത് കയറിയത്. ഞാനിപ്പോൾ ഇത്രയും കണ്ടോ ടൈം. യെസ്, നമ്മളങ്ങനെ വെള്ളം കൊടുത്ത് തിരിച്ച് വണ്ടിയിലേക്ക് പോവാം. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ടാറ്റ കമ്പനിയുടെ എല്ലാ പ്രൊഡക്ട്സും, ഇപ്പോൾ ബീവറേജസ് ആണെങ്കിലും, അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, മറ്റേ സോസ്, അങ്ങനെ പല സാധനങ്ങളുണ്ടാവില്ല. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കും.
ഈ ബോക്സുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്താണ് ഓരോ ഷോപ്പിലോട്ട് എത്ര. ഇപ്പം പിന്നെ എങ്ങനെ പറഞ്ഞേ ഇതുണ്ട്, പല 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 വെറൈറ്റി സാധനങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് തമ്പുരാനറിയാം. പക്ഷെ ഇതൊക്കെയാണ് ഞാൻ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നത്. അയ്യോ, നടന്നൊരു പരിവും ഇതിൻ്റെ ഉള്ളിൽ. ഇതെൻ്റെ ബാക്ക് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട സോസ് കുപ്പികളൊക്കെ കിടക്കുന്നത്. ഇതൊക്കെ ഡാമേജ് വിസ ആയിട്ടോ പുറത്തെടുത്തിട്ടാണ്, നല്ല വിസ കാത്തുണ്ട്. അപ്പം അയ്യ, ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വരാനുള്ള ദൂരമുണ്ട് എൻ്റെ അകത്ത്, നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക്. ഇവിടെ നിന്ന് നടന്ന് ഇതവിടെ എത്തുമ്പോഴേക്കും കുടിച്ച് തീർക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ ടാറ്റയുടെ സംഭവങ്ങൾ എല്ലാം ഈ ഗോഡൗണിലാണുള്ളത്. ഇതിവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വണ്ടിയുള്ള എല്ലാം നമ്മുടെ അടുത്തെത്തും. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. വലിപ്പം ഉണ്ട് കണ്ടോ, ഇപ്പോൾ വലിപ്പമില്ലേ, വൈഡ് ഇട്ടേക്കണ കാരണം വലിപ്പമില്ലാത്ത പോലെ തോന്നണത്. ഇതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എക്സ്ട്രാ വൈഡ് ഇട്ട് കാണിച്ചു തരാം. ലോണ്ടേ ബോയ്, എൻ്റെ തോർത്ത് കിടക്കണ്ട. ഓ, പാസ്വേഡ് അടിക്കണോ അല്ലേ ഡോറിൻ്റെ കീ. വേറെ വയ്ക്കാൻ സ്ഥലമൊന്നുമില്ല, അതാണ് നിലത്ത് വയ്ക്കണേ. നേരം കിടന്ന് ഉറങ്ങണില്ല, കുറച്ച് നേരം ഇങ്ങനെ കിടക്കുക. കൊള്ളാം. കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് കഴിഞ്ഞിട്ട് അവർ വിളിക്കുമ്പോൾ നമുക്ക് എണീറ്റ് പോയി. കൊതുക്. അപ്പോൾ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ അവർ വിളിക്കുമ്പോൾ നമുക്ക് വണ്ടി എടുത്ത് അങ്ങോട്ട് ചെന്ന് നൈസായിട്ട് ലോഡ് കയറണം. ഏത് മുട്, അംബാനി മുട്. അങ്ങനെ ലോഡ് ആയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും കയറ്റിയിട്ടില്ല. ഇപ്പം സമയം 4:19. ഇനി ഈ ലോഡ് എപ്പോഴാണ് കയറും എന്നൊരു പിടിയില്ല. വെയിറ്റ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മൾ ലോഡൊക്കെ കയറ്റി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ബില്ല് മേടിക്കണം, അതാണ് അടുത്തൊക്കെ ടാസ്ക്. അടുത്ത ബില്ല് മേടിക്കാനുള്ള കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ആ കൂടില്ല ഇതിലുണ്ടല്ല, അതാണ് ആ കൂട്. കൂട്ടിനകത്ത് പോയി തിരിഞ്ഞ് നിൽക്കാം, അല്ല റിവേഴ്സ് നമുക്ക് ഈ വഴി തന്നെ പോകാം. തൽക്കാലം നമുക്ക് ഈ പോയിന്റ് കൊണ്ടൊന്ന് ചവിട്ടിയിടാം. നേരം പരപരാന്ന് പിളർന്ന് ബില്ലിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഇപ്പം ഏറെക്കുറെ സമയം 6:02. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ട് ഇതിപ്പോഴാണ് വണ്ടി പുറത്തിറങ്ങാൻ പോണത്. ബില്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് അടിക്കാം. പക്ഷേ ബില്ല് വരാൻ ഇച്ചിരി ടൈം എടുക്കും. ഇനി ആ ബില്ലായി സെറ്റാക്കി വന്ന് വരുമ്പോഴേക്കും ഒരു സമയമാവും. അങ്ങനെ ഗേറ്റ് പാസ് കിട്ടി. യെസ്, ഫൈനലി ഐ ഗോട്ട് ഇറ്റ് ദ ഗേറ്റ് പാസ് ആൻഡ് ബിൽ. ഇതാണ് ഇന്ന് കൊടുക്കാനുള്ള ബില്ല്. അല്ല, ചങ്ങനാശ്ശേരി വരെ ചെറിയൊരു ഓട്ടം. 25-ാം തീയതിയൊക്കെ അടിച്ചു തന്നെയാണ് ബില്ല്. അതായത് ഇന്നലത്തെ ബില്ല്. ഇത് ഇന്നലെ കയറുന്ന ലോഡാണ്. നമ്മുടെ സമയം ഇപ്പോൾ കറക്റ്റ് 6:06. ഇതാണ് ഗേറ്റ് പാസ്. ഇത് 25-ാം തീയതി, ഇത് 25-ാം തീയതി, അതായത് ഇന്ന് 26. ഇനി ആ കൂട്ടി കൊടുത്ത് ഈ സാധനം മൊത്തം ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടി കയറി നമ്മൾ വിട്ടടിച്ച് വീട്ടിൽ ചെന്നിട്ട് വേണമെന്ന് ഉറങ്ങാൻ. ബില്ല് കയ്യിൽ കെട്ടി ഇനി നമുക്ക് പോകാം. കണ്ടോ, 6:30. കോശിച്ചായോ? പോവാം. ഏതാണോ ഈ കോശിച്ചായ? എനിക്കറിയില്ല. എന്തായാലും വീഡിയോ കാണണമെങ്കിൽ കോശിച്ചായ ഈ പേര് ഞങ്ങൾ അടുത്ത ദിവസം കളയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പോവാം.
ആരാ അത്? വളഞ്ഞാരോ വരുന്നുണ്ട് കേട്ടോ. ഇവരില്ലേ വളഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. പതുക്കെ 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 പതുക്കെ. ഓക്കെ ഡൺ. ഗൈസ് അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മേ കണ്ണൊക്കെ നോക്കി. ഡയറി ലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുക. ലോണിൻ്റെ ലവിടെ അവിടെ അല്ല ലവിടെ കണ്ടല്ലോ. ലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്ഥലത്തെത്തി. ലോഡിങ് അല്ല അൺലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു 11-12 മണിയാകുമ്പോഴേക്കും അത് കഴിയും. പിന്നെ തിരിച്ച് നമുക്ക് പോവാം. അപ്പം അത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. 2:12 ലോഡിങ് നടക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ ഇത് ഫൈനൽ ഇറക്കി തീർന്നു നമ്മൾ. യുറേക്ക രാവിലെ 9:30 വന്ന വണ്ടി ഇപ്പോഴാണ് കയറി തീർന്നേന്നുള്ളൂ. പക്ഷെ ഇനി ബില്ല് മേടിക്കണം. ഇവിടുത്തെ പഴയ ബില്ല് ഇടണം. പഴയ ബില്ലല്ല, ഇത് കൊടുത്ത ബില്ല് മേടിക്കണം. ഇതിൻ്റെ ഓഫീസ് താഴെ ഇരിക്കണേ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുത്തെ ലോഡ് ഇറക്കി തിരിച്ച് ചെമ്പറക്കിക്ക് പോകണം. അതായത് കണ്ണന്തായുടെ ഫാക്ടറിയിലോട്ട് തിരിച്ച് പോകണം. ഫാക്ടറി അല്ല, ഗോഡൗൺ തിരിച്ചു പോകണം. എൻ്റെ പൊന്നടാവേ രാവിലെ എപ്പോൾ വന്നത്? 9:30 വന്ന ഞാനാ. ഇപ്പം സമയം കണ്ടോ? 3 മണിയായി. 3 മണി ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോൾ ഇത്രയും സമയമായി. എന്തൊരു പറയാൻ. ആകെ 3 ഭായിമാരുണ്ട്. ആ ഭായിമാർ 3 കൂടി കിടന്ന് മുക്കറ ഊത്തിയിട്ടാണ് സാധനം ഇപ്പം തീർത്തത്. 300 ചില്ലാനും ബാഗ് ഉണ്ടായിരുന്നു. ആ സാധനമൊക്കെ കൂടി എങ്ങനെയുണ്ടൊക്കെ ചെയ്ത് ഞാൻ എന്തായാലും കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. സോ ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. അപ്പോഴാണ് മുതലാളി വിളിച്ചിട്ട് പറഞ്ഞത് നേരെ ചെമ്പറക്കിക്ക് കിട്ടോ, അടുത്ത ലോഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ലോഡ് മീൻസ് വർക്ക് എന്തോ എടുത്ത് വെച്ചിട്ടുണ്ട്, തരാൻ നിനക്ക് പണിയുന്നു. എങ്ങനെ ഇരിക്കുന്നു? യെസ്, ഫൈനലി നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ സ്ഥലത്തെത്തി. മിക്കവാറും ഒരു പണി കിട്ടാനുള്ള ചാൻസ് കാണുന്നു ഞാൻ. അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് കയറി പോന്നു. കൊണ്ട് അറ്റത്തിടാം, അതായിരിക്കും നല്ലത്. ആരും ഇല്ലല്ലോ വഴിയിൽ. ജോലിയൊക്കെ കഴിഞ്ഞ് ദൈവൻ്റെ റെസ്റ്റ് കിടക്കണം. ഇന്നിനി ഓട്ടമില്ല. പക്ഷേ രാവിലത്തേക്ക് ഓട്ടം പിടിക്കാനായിട്ട് ഇവിടെ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യണം. അതാണ് പ്രശ്നം. എൻ്റെ കയ്യിലാണെങ്കിൽ ഈ കുപ്പായം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നൈസായിട്ട് സെക്യൂരിറ്റിയുടെ വണ്ടി മേടിച്ച് ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് എന്ന് വെച്ചാൽ അവിടെ അടുത്തുള്ള കടകളൊക്കെ അടച്ചിട്ട് പോവാം. അപ്പോൾ ഇതെന്താ മഴ പെയ്ത് ഇവിടെയൊക്കെ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഇന്നൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഫൈനലി നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് ഗൈസ്. എത്തിയിരിക്കുകയാണ്. 7:03 എല്ലാ പണിയും കഴിഞ്ഞ് ഫുഡും കഴിച്ച് വണ്ടിക്കകത്ത് വന്ന് ഇനി സമാധി ഉറങ്ങണം കുറച്ച് നേരം. ഒമ്പേ കണ്ട 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 കണ്ണൊക്കെ നീറണം. ഇപ്പം വേറെ ഓട്ടോണെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഓട്ടോ ഇല്ല. ഇന്ന് വെറുതെ ഇവിടെ കിടക്കാം. നാളെ രാവിലെ ഓട്ടം വന്നാൽ ഫസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്.
ഗ്രേറ്റ് ഐഡിയ, മുതലാളിയുടെ ഗ്രേറ്റ് ഐഡിയ. കൊള്ളാം, എന്തായാലും നൈസായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുപ്പായിലിടാൻ കുഴപ്പമില്ല, നല്ലതാ, വലിയ വേർത്തിട്ടൊന്നുമില്ല. പിന്നെ ഒരു മുണ്ടുണ്ട്, അത് നിലക്കിയിട്ട സെറ്റാണ്. ശരക്കിടാനുള്ള സെറ്റപ്പ് ഇല്ല എൻ്റെ കയ്യിൽ. സോപ്പ് പൊടിയില്ല, മറ്റേ സാധനമില്ല, മറ്റേ സാധനമില്ല, ഒന്നുമില്ല. എല്ലാം മേടിക്കണം. കാശാണ്, കാശ് 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 വന്നാലും ഇതൊക്കെ നടക്കുള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ട്രിപ്പ്. എങ്ങനെ തുടങ്ങും, എങ്ങനെ തീരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, ഇതാണ് സംഭവം. ശരിക്കും പറഞ്ഞ കൊച്ചു ഡ്രൈവർ. ശരി എന്നാ.